നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലെ ഈ ശ്ലോകങ്ങളെല്ലാം യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്തിച്ചേരണം. ഇതിന് വളരെ ഭൗതികമായിട്ടുള്ള തലത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മനസ്സ് തോന്നിയെന്ന് വരാം. യഥാർത്ഥത്തിൽ ഉപനിഷത്ത് ഒരിക്കലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല മാത്രമല്ല സംസാരിക്കുന്നു. മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഡയമെൻഷന് ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അടിത്തറയുണ്ട് എന്ന് കാണിച്ചു തരാണ് ഉപനിഷത്ത്. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കുക. ഈ ഡിസ്കഷൻസ് ഒന്നുകൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ കുറച്ചുകൂടിയും ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 8-ാമത്തെ ഖണ്ഡമാണ് വായിക്കാൻ പോകുന്നത്. യോഷാവാവ ഗൗതമാഗ്നിസ്തസ്യ ഉപസ്ഥ ഏവ ഉപമന്യന്ത്രേ സധൂമോ യോനിരർച്ചയന്തന്തഃ കരോതി തേങ്കാര അഭിനന്ദ ഇഭ വിസ്ഫുലിംഗാഹ. ഗൗതമ, സ്ത്രീ യാഗാഗ്നിയാണ്. ഈ കാര്യത്തിൽ ജനനേന്ദ്രിയം ഇന്ധനമാണ്. ഒരുവൻ സ്വീകരിക്കുമ്പോൾ അത് പുകയാണ്. യോനി ജ്വാലയാണ്. പ്രവേശിക്കുമ്പോൾ കൽക്കരിയാണ്. ഇണചേരുമ്പോൾ ഉള്ള ആനന്ദം തീപ്പൊരികളാണ്. 2-ാമത്തെ ശ്ലോകം. തസ്മിന്നഗ്നൗ ദേവാ രേതോ ജുഹ്വതി തസ്യാ ആഹുതേർ ഗർഭ സംഭവതി. ഈ അഗ്നിയിൽ ദേവന്മാർ ശുക്ലമാണ്. ഈ അർപ്പണത്തിൽ നിന്നും ഭ്രൂണമുണ്ടാകുന്നു. എത്ര മഹത്തരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ വളരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഫിസിക്കൽ റിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. ചെറുപ്പക്കാർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹിതർക്കും എല്ലാം മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഒരു മാരേജിലും റിലേഷനിലുമുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അടിത്തറ വെറും ഫിസിക്കൽ അല്ല. ബന്ധങ്ങൾ ഇത് സ്ത്രീയും പുരുഷനും യോജിക്കുമ്പോൾ അത് വെറും ഫിസിക്കൽ അല്ല.
ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ജന്മത്തെക്കുറിച്ച് ഭാഗവത്തിൽ പറയുന്നുണ്ട്. സന്ധ്യാസമയത്ത് ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു സെക്ഷൽ അർജു വരികയാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയാണ്, ഭർത്താവ് അവിടെ മെഡിറ്റേഷനിലാണ്, ഫിസിക്കൽ റിലേഷൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറയണം, ഇത് നല്ല സമയമല്ല, നീ ഇതിന് പശ്ചാത്തപിക്കും. പക്ഷെ അതിന് പ്രേരിക്കപ്പെടുകയാണ്. അങ്ങനെ അതുണ്ടാവുന്നതാണ് രണ്ട് രാക്ഷസന്മാർ. ഇത് ഋഷിയുടെ മക്കളാണ് രാക്ഷസന്മാർ. നമ്മുടെ മെന്റൽ സ്ഥിതി എന്താണ്, അതിനനുസരിച്ചാണ് മക്കൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവന്മാരാണ് ശുക്ലം. അപ്പോൾ ഈ ഒരു റിലേഷനിലൂടെ വരാൻ പോകുന്ന ആത്മാവ് ഏതാണ് എന്ന് നിശ്ചയിക്കുന്ന അമ്മയുടെയും അച്ഛന്റെയും മനസ്ഥിതിയാണ്. കാരണം അവിടെയുള്ള അന്തരീക്ഷം മാറുന്നു. നമ്മൾ ഏതൊരു കാര്യത്തിൽ എടുത്തു നോക്കിയാലും അന്തരീക്ഷം ശരിക്കും നിശ്ചയിക്കുന്ന നമ്മുടെ മനോഭാവമാണ്. ഒരു അമ്പലത്തിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നല്ല ഒരു അന്തരീക്ഷമാണ്. നേരെ മറിച്ച് അമ്പലത്തിൽ തന്നെ വേറെ ചർച്ചകൾ നടത്തുമ്പോൾ അത് ക്ഷേത്രാന്തരീക്ഷമല്ല. അമ്പലങ്ങളിൽ സാമ്പത്തികമായിട്ട് ചിന്തകൾ കൊണ്ടുനടക്കുക, അല്ലെങ്കിൽ യുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അത് അമ്പലം അല്ലാതായിട്ട് മാറുന്നു. ആ തരത്തിലും ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തിലുണ്ട്. അപ്പൊ അത് ക്ഷേത്രങ്ങളല്ല, അത് വെറും മെറ്റീരിയലേക്കാളും സാധാരണ ലോകത്തിൽ വളരെ താണ തലത്തിലാണ് അവിടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാവുന്ന ടീച്ചിങ്സും ആൾക്കാർ ഉയർത്തല്ല ചെയ്യുക, താഴ്ത്താണ് ചെയ്യുക. അതാണ് മനോഭാവത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മെന്റലി വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഉയർന്ന ചിന്തയിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ, അവർക്ക് ഫിസിക്കൽ റിലേഷനിൽ മാത്രമാവില്ല ചിന്ത. ഇതാണ് ആദ്യം മനസ്സിലാകുന്നത്. അത്രയും സ്നേഹത്തിലേക്ക്, അപ്പൊ സ്നേഹത്തിന്റെ ആ പാരമ്യത്തിൽ ഉണ്ടാവുന്നതാണ് ശരിക്കും ഫിസിക്കൽ റിലേഷൻ. അല്ലാതെ വെറും ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ശരീരവും തൊടുമ്പോഴുള്ള പ്ലഷറിന് വേണ്ടി ഉണ്ടാവേണ്ടതല്ല ഒരു ഫിസിക്കൽ റിലേഷൻ. ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഭക്ഷണം വെറുതെ ശരീരത്തിന് വേണ്ടി മാത്രം കൊടുക്കുമ്പോൾ അത് പോയിസൺ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ തടിക്കുന്നത്, രോഗങ്ങൾ വരുന്നത്. അതേ ഭക്ഷണം ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ദിവ്യമായിട്ടുള്ള ഒരു പ്രസാദം. ഞാൻ എൻ്റെ ജീവിതം നിലനിർത്താൻ, കാരണം എൻ്റെ ഉള്ളിലുള്ള ജീവൻ ഇവിടെ ഒരു കടമ നടത്താനുണ്ട്. ആ കടമ നടത്താനായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഈ ശരീരം. ആ ഒരു ബോധത്തിൽ കഴിക്കുമ്പോൾ ആ ഭക്ഷണം അമൃതമായിട്ട് മാറുന്നു, പ്രസാദമായിട്ട് മാറുന്നു. അതാണ് പ്രസാദം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടാതെ തിന്നാൻ തോന്നില്ല, ആവശ്യത്തിന് മാത്രമേ കഴിക്കാൻ തോന്നും. വലിച്ചുവാരി തിന്നില്ല, ശ്രദ്ധയോട് കഴിക്കും, എല്ലാവരെയും പറ്റി ആലോചിക്കും, ജനറോസിറ്റി വരും, വൃത്തി ഉണ്ടാവും, അവിടെയും ഇവിടെയും ചേർത്തിട്ടില്ല. പക്ഷെ ഭക്ഷണത്തിന് നമ്മൾ ബഹുമാനിക്കും. ഏതൊരു കാര്യം ഇത് ഈ ഒരു സ്വഭാവം നമുക്ക് വരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൽ റിലേഷനാണ്. മനുഷ്യന് ഏറ്റവും അധികം ആനന്ദം നൽകുന്നു, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും ആനന്ദം നൽകുന്നത് ഫിസിക്കൽ ബന്ധമാണ്, സ്ത്രീ പുരുഷ ബന്ധം. ബാബുജി മഹാരാജ് പറഞ്ഞത് അത് നേച്ചറിന്റെ ആവശ്യമാണ്. സ്ത്രീയുടെ ചെസ്റ്റിന്റെ റൈറ്റ് സൈഡിൽ ഒരു കോഡ് ഉണ്ട്, അത് പുരുഷനെ ആകർഷിക്കുന്നു, അത് തടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചാരിജി മഹാരാജ് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോൾ പ്രകൃതിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യം, കൂടുതൽ സോൾസിന് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. പക്ഷെ മനുഷ്യന് അതിനെ മറികടക്കാൻ സാധിക്കും. ഫിസിക്കലായിട്ടുള്ള ഈ റിലേഷൻ ഉണ്ടാവുന്ന ആനന്ദത്തെക്കാളും എത്രയോ ആയിരം മടങ്ങ് തൈത്തിരീയോപദേശത്തിൽ പറയുന്നുണ്ട് ആനന്ദങ്ങളുടെ ലെവൽ. ഏറ്റവും അധികം ആനന്ദം മനസ്സും ഈശ്വരനുമായിട്ട് യോജിക്കുമ്പോഴാണ്. അതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗയിൽ നിന്ന് ആ യോഗയിൽ അപ്പൊ നമ്മൾ ഇവിടെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോകത്ത് ഒന്നും അനുഭവിക്കാനില്ല. സ്ത്രീ പുരുഷ ബന്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് അതിനേക്കാൾ ഉപരി ഒരു ആനന്ദം ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാ സെൻസസ് ഇൻവോൾവ് ആവുന്ന ഒരു ബന്ധമാണിത്. അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാകും, വീടുകൾ പണിയുന്നത്, കൊട്ടാരങ്ങൾ പണിയുന്നത്, കല്യാണത്തിൽ ഇത്രയും വലിയ വിരുന്ന്. അവസാനം എന്താ ഉണ്ടാവുന്നത്? വെറും ഫിസിക്കൽ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഇത്രയും അതിന്റെ ഉദ്ദേശമുള്ളൂ. അപ്പോ അതിനെ നമ്മളൊരു സ്പിരിച്വലായിട്ട് ഒരു അനുഭവമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം മെന്റലി പ്രിപ്പയർഡ് ആവണം. മെഡിറ്റേഷൻ ചെയ്യുന്ന, സാധന ചെയ്യുന്ന, റെഗുലറായിട്ട് ഫോക്കസിൽ രണ്ട് പേരും ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിജി ഇതേക്കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു. ബ്രഹ്മചര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യ വ്രതത്തെക്കുറിച്ച് നമ്മൾ വളരെ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ ചരിത്രം ഒന്നുകൂടി വായിക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ ലോകത്തിന് ഏറ്റവും ഉപകാരമാണ്. ദേവന്മാര് ചില ഉയർന്ന സോഴ്സ് അവിടെ കടന്നു വരും. എല്ലാവരെയും ഉയർത്തുന്ന രീതിയിലുള്ള ഒരു സോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണ്ടേ എന്നുള്ള പ്രാർത്ഥന ഭാവത്തിൽ വേണം നമ്മൾ ഈ ബന്ധത്തിൽ ഏർപ്പെടാൻ. ഇപ്പോഴത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് വരുമ്പോൾ ഈ തരത്തിലുള്ള ചിന്താഗതി ഉണ്ടോ? എനിക്ക് എൻ്റെ ഒരു കുട്ടി വേണം എന്നൊരു ചിന്ത മാത്രം. ആ കുട്ടി എങ്ങനത്തെ കുട്ടിയാവണം, ഏത് തരത്തിലുള്ള സ്വഭാവം, അതൊന്നും ചിന്തിക്കുന്നില്ല.
നമുക്ക് കൗരവന്മാരെ കഥ എടുത്ത് നോക്കിയാലേ, കൗരവന്മാര് ഒരു മാംസപിണ്ഡത്തുനിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് പറയാം. അവര് ആ സ്വഭാവം അടിച്ചു, അന്ധന്മാരായിട്ടുള്ള ഈഗോട്ടിസ്റ്റിക് ആയിട്ടുള്ള ധൃതരാഷ്ട്രം, അതാണ് അന്ധൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധാരി നമ്മൾ എത്ര ഉയർത്തുന്നുണ്ടെങ്കിൽ ഗാന്ധാരിക്ക് ഭർത്താവിനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ വളർച്ചയിലേക്ക് ഒരു ശ്രദ്ധയും ഇല്ലാത്ത രണ്ട് പേരൻസിനുണ്ടായ കുട്ടികൾ, അപ്പൊ മെന്റലി ആ സെൽഫിഷ്നെസ്സും അതൊക്കെ അവിടെ കാണാൻ സാധിക്കും. കുട്ടികൾ അത് പ്രതിഫലിക്കുന്നു. നേരെ മറിച്ചൊരു പാണ്ഡവന്മാരോ എല്ലാം ദേവന്മാരോ കുട്ടികളായിട്ടാണ് കാണിക്കുന്നത്. ഉയർന്ന തലത്തിലുണ്ടായ കുട്ടികൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ തരത്തിലുള്ള ബോധം നമ്മളിൽ വരണം എന്ന് ചാന്തോക്യോപനിഷത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ചാപ്റ്ററായിട്ട്, ഒരു ഖണ്ഡമായിട്ട് തന്നെ ഇവിടെ ഋഷി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹാർട്ട്ഫുൾനെസ് സമ്പ്രദായത്തിലേക്ക് എല്ലാവരും, മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ എല്ലാവരും വരണം. ഹാർട്ട്ഫുൾനെസ്സിൽ ഈ മാരേജ് എന്നുള്ള ഡെസ്ക് ഉണ്ട്. അതിലേക്ക് മാരേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പുരുഷനും സ്ത്രീയും എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് മാസ്റ്റർ ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഇത്രയും വലിയ ഗംഭീരമായിട്ടൊരു സിസ്റ്റമാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.